കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ചില തിരക്കുകൾ മൂലം കഴിഞ്ഞ ആഴ്ചയിൽ കഥകളൊന്നും തന്നെ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കൂട്ടുകാരും സദയം ക്ഷമിക്കണേ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. രാത്രി സമയത്ത് പുഴയിൽ പോയ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവമാണിത്. ആദ്യമായി കഥകൾ കേൾക്കാൻ വന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കഥകൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റും ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുകയും വേണം. ഇനി കഥയിലേക്ക്. അരുണും ജോബിയും കൂട്ടുകാരാണ്. അവർ ഒരുമിച്ചാണ് ജോലികൾ ചെയ്യുന്നത്. രണ്ടുപേരും വെൽഡിംഗ് തൊഴിലാളികളാണ്. ഒരിക്കൽ ഇരുവരും പണി ചെയ്യാനായി പോയത് ഇടുക്കിയിലെ അടിമാലി എന്ന സ്ഥലത്തായിരുന്നു. കുറേ അധികം പണികൾ തീർക്കാനുള്ളതിനാൽ 2 ദിവസം അവിടെ താമസിച്ച് നൈറ്റും പണിത് തീർക്കാനാണ് അവരുടെ പരിപാടി. ഒരു പച്ചയായ നാട്ടിൻപുറമാണ് അവിടം. പണി നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടു പിറകിലായി അല്പം കാട് പിടിച്ച പ്രദേശമാണ്. അതിൻ്റെ അപ്പുറം പുഴയാണ്. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തേക്കൊന്നും ആരും വരാറില്ല. ചെന്ന ദിവസം അവർ സ്ഥലമെല്ലാം ചുറ്റിക്കാണാൻ ഇറങ്ങി. അത്യാവശ്യം കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി ഇരുവരും തിരിച്ചെത്തി. അവിടെ പണിസാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ചെറിയ മുറിയിൽ 2 പലക കഷ്ണങ്ങൾ നിരത്തി അതിന്മേൽ കാർഡ്ബോർഡ് കഷ്ണങ്ങളും വിരിച്ച് അവർ കിടക്കാനുള്ള സ്ഥലം റെഡിയാക്കി. അതിരാവിലെ തന്നെ ജോലി തുടങ്ങണം. അതുകൊണ്ട് നേരത്തെ കടയിൽ നിന്നും ഭക്ഷണവും വാങ്ങി അവർ കഴിച്ച് ഉറങ്ങുവാൻ കിടന്നു. പകൽ മുഴുവൻ യാത്ര ചെയ്ത ക്ഷീണവുമെല്ലാം കാരണം കിടന്നപ്പോഴേ അവർക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. രാത്രി അതിൻ്റെ മൂർധന്യത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. എവിടെ നിന്നോ ശുനകന്മാർ കൂട്ടത്തോടെ ഓരിയിടാൻ ആരംഭിച്ചു. ഒപ്പം ചീവീടുകളുടെ ശബ്ദവും അവിടമാകെ മുഴങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അതിഭയങ്കരമായ ഒരു ശബ്ദത്തോടൊപ്പം പുഴയിലേക്ക് എന്തോ ഒന്ന് വീഴുന്ന ശബ്ദം ഉച്ചത്തിൽ കേൾക്കാം. ഉറക്കത്തിലായിരുന്ന ജോബി ശബ്ദം കേട്ട് കണ്ണു തുറന്നു. അവൻ ഉണർന്ന് ചുറ്റിലും നോക്കി. തൊട്ടടുത്ത അരുൺ ഗാഢനിദ്രയിലാണ്. ജോബി അവനെ കുലുക്കി വിളിച്ച ശേഷം പറഞ്ഞു, എടാ, പുഴയിൽ നിന്ന് എന്തോ വലിയ ശബ്ദം കേൾക്കുന്നു. അരുൺ കണ്ണു തിരുമ്മി എഴുന്നേറ്റു. നിനക്ക് തോന്നിയതാവും, കിടന്നുറങ്ങാൻ നോക്കടാ, രാവിലെ പണി തുടങ്ങാനുള്ളതാ. കുറച്ചു നേരത്തിന് ശേഷം ഇരുവരും കിടന്നു. നേരം പുലർന്നു. രാവിലെ 7 മണിക്ക് തന്നെ ഇരുവരും ജോലി തുടങ്ങി. പെട്ടെന്ന് എങ്ങനെയെങ്കിലും പണി തീർത്ത് വീട്ടിൽ പോകുവാൻ അവർക്ക് തിടുക്കമായിരുന്നു. എന്തുകൊണ്ടോ ആ സ്ഥലം അവർക്ക് പിടിച്ചില്ല. ആകെ ഒരു നെഗറ്റീവ് എനർജിയാണെന്ന് ജോബി പറയുകയും ചെയ്തു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. രാത്രി 8 മണിയായി. ജോബി പറഞ്ഞു, ഇന്ന് രാത്രി കൂടി പണിതാൽ വെളുപ്പിനെ ഒരു 3 മണിയാവുമ്പോഴേക്കും നമുക്ക് തീർക്കാം. രാവിലെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവുകയും ചെയ്യാം. എന്താ? അത് അരുണിനും സമ്മതമായിരുന്നു. അടുത്തുള്ള കടയിൽ പോയി ഇരുവരും ഭക്ഷണം കഴിച്ചു. അല്പം വിശ്രമിച്ച ശേഷം വീണ്ടും പണി തുടങ്ങി. അവർ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത പ്രദേശങ്ങളിലൊന്നും തന്നെ മറ്റു വെളിച്ചങ്ങളൊന്നുമില്ലായിരുന്നു. ഇടയ്ക്കെപ്പോഴോ നായ്ക്കൾ കൂട്ടത്തോടെ ഓരിയിടുന്ന ശബ്ദം അവിടമാകെ നിറഞ്ഞു. ജോബി ചുറ്റും നോക്കി. കട്ട പിടിച്ച ഇരുട്ടല്ലാതെ ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു തണുത്ത കാറ്റ് വീശി. എന്തോ ചീഞ്ഞളിഞ്ഞ ഗന്ധം അവിടമാകെ നിറഞ്ഞു. അരുണും ജോബിയും കൈകൾ കോർത്തു പിടിച്ചു. അവർക്ക് എന്തെന്നില്ലാത്ത ഭയം തോന്നി. അവരുടെ നാസികകളിലേക്ക് അടിച്ചു കയറിയ ആ വൃത്തികെട്ട ഗന്ധത്തിൻ്റെ ഉറവിടമറിയാതെ അവർ മൂക്കുപൊത്തി. അല്പസമയത്തിനു ശേഷം കാറ്റ് നിലച്ചു.
അതോടെ ആ ഗന്ധവും ഇല്ലാതെയായി. നായ്ക്കളുടെ ശബ്ദവും കേൾക്കാനില്ല. ഇവിടെ എന്തോ കുഴപ്പമുണ്ടടാ, അരുൺ ഭീതിയോടെ ജോബിയെ നോക്കി പറഞ്ഞു. വീണ്ടും അവർ പണി തുടങ്ങി. അവസാനം വെളുപ്പിന് 3:35 ആയപ്പോഴേക്കും അവർ ലക്ഷ്യം കണ്ടു. പണി പൂർത്തിയായി. അവരുടെ ദേഹത്തും മുഖത്തുമെല്ലാം ആകെ അഴുക്ക് പുരണ്ടിരുന്നു. പുഴയിൽ പോയി ഒരു കുളി പാസാക്കി വരാമെന്ന് ഇരുവരും കരുതി. അവർ അങ്ങനെ പുഴക്കരയിലെത്തി. ജോബി തോർത്തൊടുത്ത് വെള്ളത്തിലിറങ്ങി നിന്നു. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. അരുൺ കരയിൽ നിന്നും ഡ്രസ്സ് മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. പെട്ടെന്നാണ് വീണ്ടും ആ തണുത്ത കാറ്റ് അവരെ പൊതിഞ്ഞത്. ഒപ്പം ചീഞ്ഞളിഞ്ഞ ഗന്ധവും. ഇരുവരും മൂക്കുപൊത്തി. അപ്പോഴാണ് അരുൺ ആ കാഴ്ച കണ്ടത്. പുഴയുടെ നടുക്ക് ചെറിയൊരു മൺതുരുത്ത് പോലെയുള്ള സ്ഥലത്ത് വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യരൂപം. മുഖം വ്യക്തമല്ല, ഒറ്റ അലർച്ചയായിരുന്നു അരുൺ. അത് കേട്ടാണ് പുഴയിൽ നിന്നിരുന്ന ജോബി അരുൺ നോക്കിയ ദിക്കിലേക്ക് ശ്രദ്ധിച്ചത്. അവനും വ്യക്തമായി കണ്ടു ആ രൂപം. ചീഞ്ഞളിഞ്ഞ ആ ഗന്ധം അപ്പോഴേക്കും അവരുടെ നാസികയിലേക്ക് തുളച്ചു കയറി. പുഴക്കരയിൽ വെച്ച തുണി പോലും എടുക്കാതെ ഇരുവരും ഇരുട്ടിലൂടെ ഓടിപ്പാഞ്ഞു. എങ്ങനെയൊക്കെയോ അവർ അവിടെ ഇരുന്ന് നേരം വെളുപ്പിച്ചു. പുലർച്ചെ ആദ്യത്തെ വണ്ടിക്ക് തന്നെ അവർ തിരികെ നാട്ടിലെത്തി. അവിടെ കണ്ട ആ രൂപം എന്താണെന്നോ ഏതാണെന്നോ അവർക്കിന്നും അജ്ഞാതമാണ്. അതിനുശേഷം രാത്രി സമയങ്ങളിൽ അവർ പുഴയിലേക്കൊന്നും പോകാറില്ല. ആ രൂപത്തെക്കുറിച്ച് ഇന്നും അവർ ഭയത്തോടെ ഓർമ്മിക്കുന്നു. കഥ ഇഷ്ടമായ കൂട്ടുകാരെ, ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.